രാജാക്കന്മാരും പടനായകരും പലരുമുണ്ടെങ്കിലും ലോക ഫുട്ബോളിന് ഒരേ ഒരു മിശികയാണുള്ളത്. അവൻ്റെ പേരാണ് ലയണൽ മെസ്സി. പരിക്കും പ്രായവും വെല്ലുവിളിയാണെന്നും ലാസ്റ്റ് ഡാൻസിൽ ആ ഇടങ്കാൽ ഷോട്ടുകൾക്ക് താളം പിഴക്കുമെന്നും പറഞ്ഞവരെ നിങ്ങളിത് കാണുക. അൾജീരിയയുടെ നെഞ്ചിലേക്ക് 3 ബുള്ളറ്റുകൾ പായിച്ച് മെസ്സി എല്ലാ വിമർശകരുടെയും വായടപ്പിച്ചിരിക്കുകയാണ്. 2014 ശേഷം ഇതാദ്യമായാണ് അർജന്റീന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയിക്കുന്നത്. അൾജീരിയക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിന് ടീം വിജയിച്ചപ്പോൾ 3 ഗോളുകളും പിറന്നത് മെസ്സിയുടെ കാലുകളിൽ നിന്നായിരുന്നു. കളത്തിലെ മിശിക വീണ്ടും വിശ്വരൂപം കാട്ടിയപ്പോൾ അൾജീരിയക്ക് നിസ്സഹായരാവേണ്ടി വന്നു. മെസ്സി മാജിക് മൈതാനത്തെ ആവേശഭരിതമാക്കിയപ്പോൾ ചില വമ്പൻ റെക്കോർഡുകളും അതോടൊപ്പം കുറിക്കപ്പെട്ടു. ഖത്തറിൽ മെസ്സി വിശ്വകിരീടം ചൂടി ബൂട്ടഴിക്കുമ്പോൾ 13 ഗോളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നത്. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം അമേരിക്കയിൽ ആദ്യ മത്സരത്തിൽ മെസ്സി ബൂട്ടണിഞ്ഞിറങ്ങിയപ്പോൾ 3 ഗോളുകളാണ് ആ ഇതിഹാസത്തോടൊപ്പം നിന്നത്. ഇതോടെ ഫിഫ ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം എത്താൻ മെസ്സിക്ക് സാധിച്ചു. 24 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളായിരുന്നു ക്ലോസയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നത്. 27ാം മത്സരത്തിലൂടെയാണ് മെസ്സി ക്ലോസയ്ക്കൊപ്പം എത്തിയിരിക്കുന്നത്. ഈ ലോകകപ്പിൽ ഇനിയും മത്സരങ്ങൾ ശേഷിക്കെ ലോകകപ്പിലെ ഓൾ ടൈം ഗോൾ വേട്ടക്കാരൻ്റെ സിംഹാസനത്തിൽ മെസ്സി ഒറ്റയ്ക്കിരിക്കുമെന്നതിൽ തർക്കമില്ല. മെസ്സി തൻ്റെ കരിയറിൽ നേടിയെടുക്കാത്തതായി ഒന്നും തന്നെയില്ലെന്ന് പറയാം. ഖത്തറിലൂടെ ലോകകപ്പ് എന്ന മോഹവും അദ്ദേഹം പൂവണിച്ചെങ്കിലും ഇതുവരെ ലോകകപ്പിൽ ഹാട്രിക് നേടാൻ മെസ്സിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ കാത്തിരിപ്പിനും മെസ്സി വിരാമം വിട്ടിരിക്കുകയാണ്. 17ാം മിനിറ്റിൽ റോഡ്രിഗോ ഡി പോളിൻ്റെ അസിസ്റ്റിൽ ലയണൽ മെസ്സി അൾജീരിയൻ വലകുലുക്കിയപ്പോൾ കാൻസാസ് സിറ്റിയിലെ അരോവിറ്റ് സ്റ്റേഡിയത്തിലെ 69,045 ആരാധകരും ആവേശത്തിൽ ആർത്തു വിളിക്കുകയായിരുന്നു. 5ാം മിനിറ്റിൽ മെസ്സിയുടെ ഗോൾ നേട്ടം ഓഫ്സൈഡ് കുരുക്കിൽ അകപ്പെട്ടപ്പോൾ നിരാശരായ ആരാധകരോട് ഒന്നും ഭയപ്പെടേണ്ട, താൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയുകയായിരുന്നു മെസ്സി. 60ാം മിനിറ്റിൽ മെസ്സിയുടെ ഇടങ്കാൽ ഷോട്ട് വീണ്ടും അൾജീരിയൻ വലകുലുക്കിയതോടെ ആ സ്വപ്ന ഹാട്രിക്കിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. ഒടുവിൽ 76ാം മിനിറ്റിൽ ആ നേട്ടവും മെസ്സിയുടെ ഇടംകാൽ മാന്ത്രികതയ്ക്കൊപ്പം നിന്നു. നിക്കോളാസ് ഗോൺസാലസിൻ്റെ അസിസ്റ്റിൽ മെസ്സിയുടെ സിഗ്നേച്ചർ ഷോട്ട് അൾജീരിയൻ ഗോൾ പോസ്റ്റിലേക്ക് പറന്നിറങ്ങുമ്പോൾ ഒരു കാഴ്ചക്കാരനായി നിൽക്കാനേ ലൂക്കാസ് സിദാൻ എന്ന ഗോൾ കീപ്പർക്ക് സാധിച്ചുള്ളൂ. തൻ്റെ ലാസ്റ്റ് ഡാൻസ് വെറുതെ അങ്ങ് അവസാനിപ്പിക്കാൻ മെസ്സി ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വ്യക്തം. ഖത്തറിൽ പൊരുതി നേടിയ ആ കനക കിരീടം ആർക്കും വിട്ടു നൽകാൻ മനസ്സിലെന്ന് ഓരോ അർജന്റീനൻ താരവും വിളിച്ചു പറയുന്നതായിരുന്നു ഈ ജയം. ഇതൊരു സാമ്പിൾ മാത്രമാണ്. വെടിക്കെട്ട് പിന്നാലെയുണ്ടെന്ന് ആരാധകരോട് കൈകൾ ഉയർത്തി ഉറപ്പു നൽകിയാണ് 80ാം മിനിറ്റിൽ മെസ്സി തിരിച്ചു കയറിയത്. 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യത്തെ താരമെന്ന തലയെടുപ്പോടെ അൾജീരിയക്കെതിരെ ഇറങ്ങിയ മെസ്സി 5 ലോകകപ്പിലും ഗോൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എത്തിയെന്നതും എടുത്തു പറയണം. അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ 200 മത്സരങ്ങൾ കളിക്കുന്ന 3ാമത്തെ താരമെന്ന ബഹുമതിയും മെസ്സിക്കൊപ്പം നിന്നു. പോർച്ചുഗലിനൊപ്പം 228 മത്സരങ്ങൾ കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ റെക്കോർഡിൽ തലപ്പത്ത് നിൽക്കുമ്പോൾ 202 മത്സരങ്ങൾ കളിച്ച കുവൈത്തിൻ്റെ ബാദർ അൽ മുദാവ 2ാം സ്ഥാനത്തുണ്ട്. ഈ പട്ടികയിലെ 3ാമനായാണ് മെസ്സി ഇപ്പോൾ പേര് ചേർത്തിരിക്കുന്നത്. എന്തായാലും ഖത്തറിൽ മാത്രമല്ല അമേരിക്കയിലും സിംഹരാജാവിൻ്റെ എഴുന്നള്ളത്താണ് കാണാനായത്. തൻ്റെ അവസാന ലോകകപ്പിൽ മെസ്സി പന്ത് തട്ടി മുന്നേറുമ്പോൾ ആ വിശ്വകിരീടം ഒരിക്കൽ കൂടി ആ ഇടംകാലുകൾക്കൊപ്പം നിന്നാൽ അതൊരു ചരിത്രമാവും. ലോക ഫുട്ബോളിനെ ഇത്രയധികം വിസ്മയിപ്പിച്ച ആ മനുഷ്യൻ ഒരിക്കൽ കൂടി ആ കിരീടം അർഹിക്കുന്നുണ്ട്. അത് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഖത്തറിലെ ആ മനോഹരമായ രാത്രിയിൽ കനക കിരീടവും ചൂടി മെസ്സി ബൂട്ടഴിക്കുമെന്ന് കരുതിയ ഫുട്ബോൾ ലോകത്തിന് മുന്നിലേക്കാണ് ഈ 38ാം വയസ്സിലും അയാൾ വീണ്ടും വിസ്മയമായി അവതരിച്ചിരിക്കുന്നത്. വിമർശകർ എത്രയൊക്കെ എഴുതി തള്ളിയാലും പ്രായം എത്രയൊക്കെ വെല്ലുവിളിച്ചാലും ചരിത്രം ഒപ്പമുള്ളവനെ കാലത്തിനത്ര പെട്ടെന്നൊന്നും മാറ്റി നിർത്താനാകില്ല. ഈ അമേരിക്കൻ മണ്ണിൽ അയാൾ പന്ത് തട്ടി മുന്നേറുമ്പോൾ ലോകം മുഴുവനുള്ള ഫുട്ബോൾ പ്രേമികൾ പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്: ഇതിഹാസങ്ങളുടെ ആ സിംഹാസനത്തിൽ മെസ്സി എന്ന പേര് ഒറ്റയ്ക്ക് കുറിക്കപ്പെടാൻ, ആ വിശ്വകിരീടം ഒരിക്കൽ കൂടി ആ ഇടംകാലുകൾക്കൊപ്പം നിൽക്കാൻ. കാരണം ലോക ഫുട്ബോളിനെ ഇത്രയധികം പ്രണയിച്ച, ഇത്രയധികം വിസ്മയിപ്പിച്ച ആ മനുഷ്യൻ അത് അർഹിക്കുന്നുണ്ട്.